സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പിന്നിട്ട നാൾ വഴികളെ ഓർത്ത്, പിന്നിട്ട സംവത്സരങ്ങളെ ഓർത്ത്, പിന്നിട്ട ദിവസങ്ങളെ ഓർത്ത്, കടന്നുപോയ കുറേ അധികം വസ്തുതകളെ ഓർത്ത് സങ്കടപ്പെട്ട് ജീവിക്കുന്നവരാണ്. മിക്കവാറും മനുഷ്യൻ ഇന്ന് ജീവിക്കാൻ മറക്കുകയും പൂർവ്വകാലങ്ങളിൽ അഥവാ ഭൂതകാലങ്ങളിൽ ജീവിക്കുകയും ചെയ്യുന്നവരാണ് മിക്ക മനുഷ്യന്മാരും. ഇന്നലകളിലെ പ്രശ്നങ്ങൾ, ഇന്നലകളിലെ വേദനകൾ, ഇന്നലകളിലെ നൊമ്പരങ്ങൾ, ഇന്നലകളിലെ നഷ്ടങ്ങൾ, ഇന്നലകളിലെ കണ്ണുനീരുകളെ ഓർത്ത് ഇന്നും തപിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇന്നിൻ്റെ സന്തോഷത്തെ അവർ മറന്നിട്ടാണ് ഇന്നലകളിലെ ആ ദുഃഖവും പേറി നടക്കുന്നത്. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും അങ്ങനെയുള്ളവരാണോ? തിരുവെഴുത്ത് ഇന്ന് രാവിലെ നിങ്ങളോട് പറയേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം നിങ്ങളെ ഇന്ന് രാവിലെ ബോധ്യപ്പെടുത്തുകയാണ്. ആ പഴയ ദിവസങ്ങളെ ഓർത്ത് നിങ്ങളാരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് ഇന്ന് രാവിലെ ഹൃദ്യമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാനായിട്ടുണ്ട്. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ഭക്തനായിരുന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ, ദൈവത്തിൻ്റെ ദാസൻ എന്നൊക്കെ വിളിക്കപ്പെട്ട, ഭൂമിയിൽ വെച്ച് ഏറ്റവും സൗമ്യതയുള്ള മനുഷ്യനെന്ന് ദൈവം തന്നെ വിളിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവപുരുഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മോശ എന്നാണ്. അദ്ദേഹം പറയുന്ന ഒരു വാക്ക് വളരെ ഹൃദ്യമായിരിക്കുന്ന ഒരു വാക്യമാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 90-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യത്തിൽ മോശ എന്ന ആ പുരുഷൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. പിന്നിട്ട നാൾ വഴികളെ ഓർക്കാതിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നേരിട്ട ദുഃഖങ്ങൾ, വേദനകൾ, വ്യഥകൾ അത് എത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓർമ്മിക്കണ്ട എന്ന് വിചാരിച്ചിരുന്നാൽ പോലും ചിലപ്പോഴൊക്കെ അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ പൊങ്ങി വരാറുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും പിന്നിട്ട നാൾ വഴികളിൽ നമ്മൾ നേരിട്ട പ്രതിസന്ധികൾ, നൊമ്പരങ്ങളെ ഓർത്ത് അങ്ങനെ ഒരു ഭാരമുണ്ടെങ്കിൽ മോശ പ്രാർത്ഥിച്ചതുപോലെ നമുക്കിന്ന് രാവിലെ ഒന്ന് പ്രാർത്ഥിച്ചാൽ എത്ര നന്നായിരിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക്, ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം നീ ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കണമേ. ഞങ്ങൾ കടന്നുപോയ ദുഃഖങ്ങൾ, ഞങ്ങൾ കടന്നുപോയ കണ്ണുനീരിൻ്റെ, ഞങ്ങൾ കടന്നുപോയ ജീവിതത്തിൻ്റെ വ്യഥകളെ, ആ ദിവസങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച കണ്ണുനീരുകൾ, ദുഃഖങ്ങൾ, അതിന് തക്കവണ്ണം ഒരു സന്തോഷത്തിൻ്റെ ദിവസം ഞങ്ങൾക്ക് നൽകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാവിലെ ഈ വചന കേൾവിയിലുണ്ട്. തിരുവെഴുത്ത് പറയുന്നു, നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് മടക്കി ലഭിക്കുന്ന ഒരു നല്ല ദിവസമുണ്ട്. ഏതൊക്കെയോ സംവത്സരങ്ങൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദുഃഖവും പേറിയാണ് ഇന്നും പലരും നടക്കുന്നത്. ചിലർക്ക് 10 കൊല്ലം നഷ്ടപ്പെട്ടു പോയി, ചിലർക്ക് 15 കൊല്ലം, ചിലർക്ക് 20 കൊല്ലം, ചിലർക്ക് 2 കൊല്ലം. നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾ, എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന, എന്തൊക്കെയോ വലിയ വലിപ്പമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ആ നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നവരാണെങ്കിൽ, വേദനിക്കുന്നവരാണെങ്കിൽ, വിഷമിക്കുന്നവരാണെങ്കിൽ ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, ദൈവം നിങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും നിങ്ങൾ അനർത്ഥം അനുഭവിക്കേണ്ടി വന്ന സംവത്സരങ്ങൾക്കും തക്കവണ്ണം ദൈവം നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് പോവുകയാണ്. ജീവിതത്തിൽ അങ്ങനെ ഒരു ദുഃഖവും പേറി നടക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തിരുവെഴുത്ത് നമ്മളോട് ഉറപ്പിച്ച് പറയുന്നു, ദൈവം അതിന് തക്കവണ്ണം ഒരു സന്തോഷം നൽകിത്തരും. 15 കൊല്ലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതിന് തത്തുല്യമായത്, നിങ്ങളുടെ പുരുഷായുസ് മുഴുവനും നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒറ്റ ദിവസം കൊണ്ട് മടക്കിത്തരാൻ ദൈവത്തിന് കഴിയും. ഈ കൊല്ലം അത്രയും നിങ്ങൾ ചെയ്തു തീർക്കേണ്ടുന്ന, ഈ കൊല്ലം നിങ്ങൾ അത്രയും അനുഭവിക്കേണ്ടിയിരുന്ന സകല നന്മകളും ദൈവം നിങ്ങൾക്ക് നിശ്ചയമായിട്ട് മടക്കി തരും. മോശ അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിക്കേണ്ടി വന്ന സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കണമേ, ഞങ്ങളെ ഒന്ന് ആനന്ദിപ്പിക്കണമേ, ഞങ്ങളെ ഒന്ന് സമാധാനപ്പെടുത്തണമേ. തിരുവെഴുത്തിൽ യോവേലിൻ്റെ പുസ്തകത്തിൽ സമാനമായിരിക്കുന്ന ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്ന ഒരു വാക്യമാണത്. അത് പ്രവാചകനായിരിക്കുന്ന യോവേൽ പറയുന്ന വാക്കല്ല, ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്. എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പകരം നൽകിത്തരും. അത് ദൈവം നമുക്ക് നൽകിത്തരുന്ന ഒരു വാഗ്ദത്തമാണ്. ഇന്ന് രാവിലെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ ഓർത്ത് കരയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ രാവിലെ ദൈവത്തിന് നിങ്ങളോട് പറയാനുണ്ട്, ഞാൻ അത് നിങ്ങൾക്ക് പകരം തരാനായിട്ട് പോവുകയാണ്. ജീവിതത്തിൽ എവിടെയോ ഒറ്റപ്പെട്ടു പോയ, ആരോരും പ്രതീക്ഷകൾക്ക് വകയില്ലാത്ത, ഏതോ ഒരു കോണിൽ ഒതുങ്ങിപ്പോയവരാണ് നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ഓർത്ത് നിങ്ങൾ കരയുന്നവരാണോ? നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നുപോയ ആ ദിവസങ്ങളെ ഓർത്ത് നിങ്ങൾ നൊമ്പരപ്പെടുന്നവരാണോ
ഇന്നും നിങ്ങളുടെ ഭൂതകാലത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ദൈവപൈതലെ, നിങ്ങൾക്ക് ഈ വർത്തമാനകാല ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ, ആനന്ദത്തോടെ ജീവിക്കാൻ, ദൈവത്തിന് തികഞ്ഞ ഹൃദയത്തോടെ നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിക്കാൻ ദൈവം നിങ്ങൾക്ക് നല്ല വഴികൾ, നല്ല അവസരങ്ങൾ, ആ നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾക്ക് പകരം ദൈവം നിങ്ങൾക്ക് ആനന്ദത്തിൻ്റെ ദിവസങ്ങളെ തരാനായിട്ട് പോവുകയാണ്. മോശയോടൊപ്പം ചേർന്ന്, യോവേൽ പ്രവാചകനോടൊപ്പം ചേർന്ന് നമുക്ക് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, ആ സംവത്സരങ്ങൾക്ക് പകരം നീ ഞങ്ങൾക്ക് പുതിയ സംവത്സരങ്ങൾ, സന്തോഷത്തിൻ്റെ സംവത്സരങ്ങളെ തരണമേ. കണ്ണുനീരിൻ്റെ ദിവസങ്ങൾക്ക് പകരം നീ ഞങ്ങൾക്ക് ആനന്ദത്തിൻ്റെ ദിവസങ്ങളെ തരണമേ. വ്യതകളുടെയും നൊമ്പരങ്ങളുടെയും ഹൃദയവേദനകളുടെയും ദിവസങ്ങൾക്ക് പകരം നീ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷദായകമായിരിക്കുന്ന നല്ല ദിവസങ്ങളെ തരണമേ എന്ന് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും? ദൈവം നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളുടെ ദൈവം മാത്രമല്ല, ആനന്ദത്തിൻ്റെ സംവത്സരങ്ങളുടെയും കൂടെ ദൈവമാണ്. ദൈവം നഷ്ടങ്ങളുടെ ദിവസങ്ങളുടെ ദൈവം മാത്രമല്ല, ദൈവം നമ്മളെ സന്തോഷിപ്പിക്കുന്ന ദിവസങ്ങളുടെയും കൂടെ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയമുള്ളവർ, അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് എത്ര കൊല്ലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം, അത്രയും കൊല്ലത്തിന് തത്തുല്യമായി നിങ്ങളെ ആനന്ദിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് രാവിലെ നമ്മുടെ നടുവിൽ വെളിപ്പെട്ട് വരും. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.